ന്യൂ ഇയർ ആഘോഷത്തിന് ഗോവയിൽ പോയ യുവാവിനെ കാണാതായ കേസിൽ അന്വേഷണം വ്യാപകമാക്കി പോലീസ്. മലയാളി അസോസിയേഷനുമായി ചേർന്ന് അന്വേഷണം നടത്തും. ഗോവ അഞ്ജുന ബീച്ച് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് വൈക്കം കുലശേഖരമംഗലം സ്വദേശി സഞ്ജയെ കാണാതായത്. യുവാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിനോദയാത്രയ്ക്ക് പോകാൻ അനുവദിച്ചതെന്ന് മാതാവ് ബിന്ദു പറഞ്ഞു. 29-ാം തീയതിയിലാണ് ടൂറ് പോകുന്നത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് അവൻ പോയി. അച്ഛനോട് അനുവാദം മേടിച്ചു. ആദ്യം പോകണ്ടെന്ന് പറഞ്ഞു, പിന്നെ പോകണമെന്ന് പറഞ്ഞ കാരണം പോയിട്ട് വരട്ടെന്ന് പറഞ്ഞ കാരണം പോയതാണ്. അപ്പോൾ 29-ാം തീയതി ഇവിടുന്ന് പോയി ട്രെയിനിലേക്ക് കിട്ടി. 30-ാം തീയതി അവിടെ എത്തിയെന്നുള്ള റിപ്പോർട്ടാണ് അവൻ തന്നേക്കുന്നത്. അപ്പോൾ ഇവർ റൂം കിട്ടി, അത്രയും വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോൾ മുതൽ ഫോൺ ഓഫാണ്. ഇവന്മാർക്ക് പിന്നെ ഇവർ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് പയ്യന്മാരായതുകൊണ്ട് ഇവർ പിന്നെ ലാംഗ്വേജ് പ്രശ്നമുണ്ടല്ലോ അവിടെ. കാരണം അവിടെ വേറെ ഏതോ ഭാഷ കൊങ്ങിണി അങ്ങനെ തോന്നുന്നു. അപ്പം എന്നാലും ഇവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അവിടുത്തെ രാത്രി 10 മണിയൊക്കെ ആയപ്പോൾ മലയാളീസൊക്കെ ചെന്നപ്പോഴാണ് FIR റെഡിയാക്കി എടുത്തത്. അപ്പം അത്രയും ആൾക്കാർ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് വേറെ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ നിന്നൊക്കെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. കോട്ടയത്ത് നിന്ന് ജോസി ബാബു ഉണ്ട് വിവരങ്ങളുമായി. ജോസി, അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? അജിംസ്, സഞ്ജയനെ കാണാതെ സംഭവത്തിൽ ഇതുവരെയും ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. ഗോവ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഗോവ അഞ്ജുന പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. തലയോലപ്പറമ്പ് പോലീസ് സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി ഒരു കേസിന് 2 FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ FIR രജിസ്റ്റർ ചെയ്യാതെ തന്നെ സമാന്തരമായ ഒരു പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 29-ാം തീയതിയാണ് 19-കാരനായ സഞ്ജയും 2 സുഹൃത്തുക്കളും ട്രെയിൻ മാർഗം ഗോവയിലേക്ക് പോയത്. അവർ ഗോവയിൽ എത്തിയതായും പിന്നെ വീട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നു. 30-ാം തീയതി എത്തി. അതിനുശേഷം പുതുവത്സര ആഘോഷ പരിപാടികളിൽ ഇവർ പങ്കെടുത്തതായും സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു മലയാളി സംഘടിപ്പിച്ച DJ പാർട്ടിയിൽ ഇവർ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ യുവാവിനെ കാണാതായത്. പുതുവത്സര ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ സഞ്ജയനെ കാണാതായെന്നാണ് സുഹൃത്തുക്കളായ യുവാക്കൾ പറയുന്നത്. ഇവർ ആഘോഷത്തിനായി മുറിയിൽ നിന്ന് മടങ്ങുമ്പോൾ പരസ്പരം ധാരണ പ്രകാരം ഏറെ വൈകിയാലും ഒറ്റപ്പെട്ടു പോയാലും തിരിച്ചു റൂമിൽ തന്നെ എത്തിച്ചേരണമെന്നുള്ളൊരു നിർദ്ദേശമാണ് പരസ്പരം നൽകിയിരുന്നത്. പക്ഷേ മറ്റു 2 പേരും എത്തിയെങ്കിലും സഞ്ജയ് എത്താതിരിക്കുകയായിരുന്നു. തുടർന്ന് ഈ സുഹൃത്തുക്കൾ തന്നെ പോലീസിൽ അവിടെ വിവരം അറിയിക്കുകയും പിന്നീട് നാട്ടിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിവരം അറിയിക്കുകയുമായിരുന്നു. എന്തായാലും സഞ്ജയുടെ പിതാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയും അവിടെ എത്തിയിട്ടുണ്ട്. മലയാളി അസോസിയേഷനുമായി ചേർന്നുകൊണ്ടുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. കൂടാതെ ഗോവ ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ദ്രുതഗതിയിലാക്കാനുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട്. പക്ഷേ ഈ സഞ്ജയുടെ ഫോൺ ആ സംഭവത്തിന് ശേഷം ഇയാളെ കാണാതായതിനു ശേഷം സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ സഞ്ചാരപാതയോ മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതോടൊപ്പം ഈ DJ പാർട്ടിയിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലുമായുള്ള സംഘർഷങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ, സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി കൂട്ടത്തിൽ പോയ സുഹൃത്തുക്കൾക്ക് ഇയാളുടെ തിരോധാനവുമായി ബന്ധമില്ല എന്നതാണ് പോലീസും വീട്ടുകാരും പറയുന്നത്. അവർ തന്നെയാണ് പോലീസിനെയും ബന്ധുക്കളെയും ഒക്കെയും വിവരം അറിയിച്ചത്. എന്തായാലും അത് ദുഃഖകരമായ ഒരു സംഭവമാണ് വൈക്കത്ത് ഈ കുലശേഖരമംഗലത്ത് നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ കുടുംബമാകെ വളരെ നിരാശയിലാണ്. ഈ സഞ്ജയ് കേവലം 19 വയസ്സ് മാത്രമാണ് ഉള്ളത്. പെട്രോൾ പമ്പിലെ ഒരു ജീവനക്കാരനാണ്. ഒരു നിർധന കുടുംബാംഗമാണ്. ഏറെ നാളത്തെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇയാൾ സുഹൃത്തുക്കളോടൊപ്പം ഗോവയിൽ പുതുവത്സരാഘോഷത്തിന് പോയത്. പിന്നീട് ഇയാളെ കാണാതാകുകയുമായിരുന്നു. അജിംസ്. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.